ഇലക്ട്രോണിക്സ് എനിവെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമുക്ക് സ്റ്റഡിയിൽ നിന്ന് കിട്ടിയ 2 FM-ൻ്റെ ബോർഡാണ്. ഒരെണ്ണം പഴയ കാലത്ത് ഇച്ചിരി നല്ല പഴക്കമുണ്ട്, അതായത് ട്രിമ്മർ വെച്ചിട്ടുള്ളതാണ്. മറ്റൊന്ന് ടൂണിങ് കപ്പാസിറ്ററും ഉണ്ട്. അപ്പം ഈ പരുവാണിത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ റേഡിയോ റെഡിയാക്കി എടുത്തു കഴിയുമ്പോൾ ഇതിപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ളവർക്ക് ആദ്യത്തെ ഒരു 100 കമൻ്റ് ഇടുന്നവരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത് അവർക്ക് ഈ ബോർഡ് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. അതിന് പ്രത്യേകം കാശൊന്നും തരേണ്ടതില്ല. എന്നാൽ എൻ്റെ ഒരു ഗിഫ്റ്റായിട്ടാണ് ഞാനത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം ഈ ബോർഡ് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. മൊത്തം പൊടിയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഓക്കെ, പൊടിയൊക്കെ ഒരുവിധം പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ ടൂണിങ് കപ്പാസിറ്റർ കൊള്ളത്തില്ല, അത് ദ്രവിച്ച് പോയിട്ടുണ്ട് ഇതിൻ്റെ ട്രിമ്മർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ടൂണിങ് കപ്പാസിറ്റർ ഒന്ന് മാറാം, അതിനുശേഷം നമുക്ക് കണക്ഷൻ കൊടുക്കാം. പിന്നെ അവിടെ സോൾഡറിങ് ഒക്കെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന് നോക്കണം. അത് ഒന്ന് കൃത്യമായിട്ട് സോൾഡർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ ഈ ടൂണിങ് കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. കേട്ടോ, ഇത് മൊത്തം ദ്രവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉപയോഗിക്കേണ്ട, കാരണം ഇത് എത്ര ശരിയാക്കിയാലും ക്ലിയർ ആകത്തില്ല. മറ്റൊരു ടൂണിങ് കപ്പാസിറ്റർ ഇടണം. അതുപോലെ തന്നെ നമുക്ക് സോൾഡറിങ് എല്ലാം കൂടെ ഒന്ന് ഇച്ചിരി ഫ്ലെക്സ് തേച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് സോൾഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതേണ്ട എല്ലാം ബോർഡ് നല്ലപോലെ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്യാങ്ങിന് പകരം ഇത് കൊടുക്കാം. ഇത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഗ്യാങ്ങിൻ്റെ, അതായത് ഈ സൈഡാണ് FM സൈഡ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ അടിയിൽ നിന്ന് വരുന്ന ഗ്രൗണ്ട് പിന്നും ഇതുപോലെ ഇതും വരും. ഇത് വന്നിട്ട് AM സൈഡാണ്. ഈ AM സൈഡിൽ ഈ സൈസ് ഇതേപോലെ സെയിം ആണെന്ന് തോന്നുമെങ്കിലും പക്ഷെ പിന്നുകൾക്ക് വ്യത്യാസമുണ്ട്. ഇത് AM സൈഡിൽ ഉള്ള ഗ്യാങ് കപ്പാസിറ്ററാണ്, AM സൈഡാണിത്. അത് ഞാൻ നേരത്തെ പറയുന്നുണ്ട്. അത് മനസ്സിലാക്കാനായിട്ട് ഇതിൻ്റെ പ്ലേറ്റുകളുടെ എണ്ണം അത് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ പ്ലേറ്റ് ഉള്ളതാണ് AM സൈഡ്. പ്ലേറ്റ് വളരെ കുറഞ്ഞത്, അതായത് 1 or 2 അതിൽ കൂടുതൽ വരത്തില്ല. അതാണ് പിന്നെ FM സൈഡിൽ. ഏറ്റവും എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഓക്കെ, നമുക്കിത് കറക്റ്റ് കണക്ട് ചെയ്തിട്ട് നമുക്കിത് സോൾഡർ ചെയ്യാം. ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചാൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്ക് സോൾഡർ ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. ശകലം ഫ്ലെക്സ് തേച്ച് സോൾഡർ ചെയ്യാമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. കാരണം ഫ്ലെക്സ് തേച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ സോൾഡറിങ് പിടിക്കും. സോൾഡറിങ്ങിനൊരു ഫിനിഷിങ് കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്യാങ് കപ്പാസിറ്റർ സോൾഡർ ചെയ്തിട്ടുണ്ട്. ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ ഏകദേശം സോൾഡറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വിട്ടുപോയതെല്ലാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ഷാഫ്റ്റ് കൂടെ ഒന്ന് അതിൽ വെച്ച് മുറുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അത് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അതായത് നമ്മൾ
നമ്മുടെ റേഡിയോ ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായിക്കോട്ടെ, അതിന് മറ്റ് ഷോർട്ടേജ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ, ഷോർട്ടില്ലെങ്കിൽ നമ്മൾ അത് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും സോൾഡറിങ് ആണ്. എല്ലാ വശവും നല്ല ഭംഗിയായിട്ട് സോൾഡർ ചെയ്യുക. കാരണം കാലപ്പഴക്കം കൊണ്ട് ഈ സോൾഡറിങ് എല്ലാം നല്ല രീതിയിൽ പൊടിയും. അപ്പോൾ കറക്റ്റായിട്ട് കണക്ഷനൊന്നും കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ ആ ഇലക്ട്രോണിക്സ് ഉപകരണം, ഇപ്പോൾ റേഡിയോ ആയാലും മറ്റെന്തെങ്കിലും ആയാലും, അത് നല്ല രീതിയിൽ പ്രവർത്തിക്കത്തില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ വെച്ചേക്കുക, സോൾഡറിങ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കമ്പോണൻറ്റുകളുടെ ലെഗുകളുടെ ഇടയിൽ ചെളിയോ മറ്റെന്തെങ്കിലും പൊടി പദാർത്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോണിക്സ് ഉപകരണം അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യത്തില്ല. അത് നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് എസ് എം ഡി കമ്പൗണ്ടുകളുള്ള റേഡിയോയൊക്കെ ആണെങ്കിൽ പറയാൻ വേണ്ട, വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഇത് ചെയ്യണം. ഇനി നമുക്കിത് കണക്ഷൻ കൊടുക്കാം. ഇതിൻ്റെ ആദ്യം നമുക്ക് കൊടുക്കേണ്ടത് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവാണ്. പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് ആദ്യം കൊടുക്കാം. അതിനുശേഷം മറ്റു കണക്ഷനൊക്കെ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഇതിൻ്റെ പോസിറ്റീവ് സപ്ലൈ വന്നിട്ട് ഇതിൻ്റെ ICയുടെ നമ്പർ CX1619 ആണ്, 19 BS. അപ്പോൾ 2 സൈസുണ്ട് ഇതിന്. ഈ 1619 28 കാലിൻ്റെ ഉണ്ട്, അതുപോലെ 30 കാലിൻ്റെ ഉണ്ട്. ഇത് 30 കാലിൻ്റെ ആണ്. അപ്പം ഇത് സോണിയുടെ ഒറിജിനൽ ഐസിയാണ്. മറ്റേ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട് CD എന്ന സീരീസിൽ തുടങ്ങുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ 27ാമത്തെ പിന്നാണ് പോസിറ്റീവ് സപ്ലൈ വരുന്നത്. 27ാമത്തെ പിന്നിൽ നിന്നും ആ 27ാമത്തെ പിന്നിൽ നമ്മളൊരു 12 വോൾട്ട് സപ്ലൈയിലാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു 220 ഓംസിൻ്റെ ഒരു ഹാഫ് വാട്ടിൻ്റെ റെസിസ്റ്റർ ഈ 27ാമത്തെ പിന്ന് സീരീസ് ആയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ നോക്കാം. ഇവിടെയാണ് 30, 29, 28, 27. ഇതുണ്ട്, ഇവിടെയാണ് നമ്മൾ സപ്ലൈ കൊടുക്കേണ്ടത്. നമുക്ക് ഇവിടെ ആയിട്ട് പോസിറ്റീവ് സപ്ലൈ കൊടുക്കാം. നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, 27ാമത്തെ പിന്നാണ്. ഇപ്പം ഞാൻ നേരിട്ട് ഇത് കുറഞ്ഞ വോൾട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. അപ്പം ഞാനിത് നേരിട്ടാണ് കൊടുക്കുന്നത്. അതായത് ഒരു 6 വോൾട്ടിന് താഴെ, ഒരു 5 വോൾട്ട് ഏറ്റവും നല്ലത്, ഒരു 5 വോൾട്ടിന് താഴെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. 5 വോൾട്ടോ അതിന് താഴെ. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് വന്നിട്ട് ഇതാണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 1, 2 പിന്നുകളെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് 1, 2. ഇത് ഡോട്ട് കാണുമ്പോൾ അറിയാൻ പറ്റും, കണ്ടോ? ഈ 1, 2 നെഗറ്റീവാണ്. ഈ കണക്ഷൻ പോയേക്കുന്നുണ്ടോ ഇങ്ങനെ. അപ്പോൾ ഈ നെഗറ്റീവും കൂടെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ചില ബോർഡുകളിൽ ഓഡിയോ ഔട്ട്പുട്ട് മാത്രമേ കാണത്തുള്ളൂ. ഓഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രത്യേകം നമ്മൾ ഒരു ഓഡിയോ ആംപ്ലിഫയർ കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇതുണ്ട്, ഇത് കപ്പാസിറ്റർ സെപ്പറേറ്റ് ഇടും കാണാമല്ലോ. 2 കപ്പാസിറ്റർ. ഒരെണ്ണം നമ്മുടെ റിസർവെയർ കപ്പാസിറ്ററാണ്. അതായത് നമ്മുടെ ഈ ബോർഡിന് വരുന്ന ആ വോൾട്ടേജിനെ ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടുള്ളത് കറണ്ടിന്. അപ്പം പിന്നെ അടുത്തുള്ളത് സ്പീക്കറിൽ കണക്ഷനാണ്. അത് വന്നിട്ട് സ്പീക്കറിൻ്റെ കണക്ഷൻ വന്നിട്ട് 28ാമത്തെ പിന്നിൽ നിന്നാണ് സ്പീക്കറിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടോ, 30, 29, 28. 28ാമത്തെ പിന്നിലാണ് ഈ കപ്പാസിറ്റർ. ഇതുണ്ട്, ഈ കപ്പാസിറ്റർ. അതിൻ്റെ പോസിറ്റീവ് സൈഡ് 28ാമത്തെ പിന്നിലോട്ടും നെഗറ്റീവ് സൈഡ് എവിടെയാണ്, സ്പീക്കറിൻ്റെ കണക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ സ്പീക്കർ കണക്ഷൻ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കണക്ഷൻ കൊടുക്കാം. മറു സൈഡ് നമുക്ക് നെഗറ്റീവിലും കൊടുക്കാം.
അപ്പോൾ സ്പീക്കറിൻ്റെ മറു സൈഡ് എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവിലോട്ടും. ഓക്കെ, ഇപ്പം നമ്മൾ സ്പീക്കറിന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, നമ്മൾ അതുപോലെ തന്നെ പവർ സപ്ലൈ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് എന്ന് പറയുമ്പോൾ കൺട്രോളിനാണ്. അപ്പോൾ അതിനു മുമ്പ് ആദ്യം നമുക്കിതൊന്ന് ഓണാക്കി നോക്കണം. സ്പീക്കറിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം. സ്പീക്കർ കണക്ഷൻ കൊടുക്കാം. ഓക്കെ, സ്പീക്കർ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പവർ സപ്ലൈയിലോട്ട് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പവർ സപ്ലൈ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓണാക്കി നോക്കാം. പിന്നീട് നമുക്ക് വോളിയം കൺട്രോൾ കണക്ഷൻ കൊടുത്താൽ മതി. ഇത് ഓണാവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് അറിയണ്ടേ. അപ്പോൾ അതായിട്ട് നമുക്ക് കൊടുക്കാം. ഓണായിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റേഡിയോ ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് ആന്റിന കണക്ഷൻ കൊടുക്കണം, അതുപോലെ വോളിയം കൺട്രോളിന് കണക്ഷൻ കൊടുക്കണം. ഓക്കെ, ഇതിൽ 13ാമത്തെ പിന്നിൽ നിന്നൊരു കപ്പാസിറ്റർ ഇട്ട്, അപ്പോൾ ഇത് 15ാമത്തെ പിന്നാണ്. 12, 13 ഒരു കപ്പാസിറ്റർ ഇട്ട് ഇവിടോട്ട് വരും. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ആൻറ്റിനയുടെ കണക്ഷൻ വരുന്നത്. നമുക്ക് ആൻറ്റിന കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ആൻറ്റിന കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കറിയാം വോളിയം കൺട്രോളിൻ്റെ കണക്ഷനുണ്ട്. അത് ഈ ബോർഡിന് പല കമ്പനിയും പല രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഇതിനെ ഈ സൗണ്ട് വോളിയത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, അതായത് ഈ സൈസ് റേഡിയോ ബോർഡിനകത്ത് കൺട്രോൾ പിടിപ്പിക്കുന്നത് 2-3 രീതിയിലാണ്. ഓഡിയോ ഔട്ട്പുട്ട് മാത്രമേ ഉള്ളെങ്കിൽ, ഓഡിയോ ഔട്ട്പുട്ടും മാത്രമാണ് സ്പീക്കർ, അതായത് പവർ ആംപ്ലിഫയർ, ഓഡിയോ ആംപ്ലിഫയർ ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ ഈ ഐസിൽ 24ാമത്തെ പിന്നിൽ നിന്നായിരിക്കും ഒരു കപ്പാസിറ്റർ ഇട്ട് ഔട്ട്പുട്ട് എടുക്കും. അത് നേരെ നമ്മൾ ഏതെങ്കിലും ഒരു ഓഡിയോ ആംപ്ലിഫയറിലിട്ട് കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ഇതുള്ളതുകൊണ്ട്, അതായത് ഓഡിയോ ആംപ്ലിഫയർ ഉള്ളതുകൊണ്ട് ഇവിടെ ഈ 25ാമത്തെ പെന്ന് ഈ ഓഡിയോ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടാണ്. അതായത് ഈ ഐസിക്കകത്തുള്ള ഓഡിയോ ആംപ്ലിഫയറിൻ്റെ, അതായത് ഈ ഐസിക്കകത്തുള്ള ഓഡിയോ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടാണ് 25ാമത്തെ പെന്ന്. അതുകൊണ്ട് തന്നെ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ഇട്ട് 25ാമത്തെ പിന്നിലോട്ട് കണക്ട് ചെയ്തിട്ടേക്കുവാണ്. അതുകൊണ്ട് വോളിയം കൺട്രോൾ ചെയ്യാനായിട്ട് എന്താ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ, ഇവിടെ കണ്ടോ, ഈ ഐസിയുടെ 10ാമത്തെ പിന്നാണ് ഇതിൻ്റെ ഈ FM-ൻ്റെ RF സൈഡ്. അതുപോലെ തന്നെ 8ാമത്തെ പിന്നാണ് ഓസിലേറ്റർ സൈഡ്. ഇത് അല്ലാതുള്ള ഒരു കണക്ഷനാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നിടത്ത് വോളിയം കൺട്രോളിൻ്റെ ഒരു പിന്നും, അതുപോലെ തന്നെ 5ാമത്തെ പിന്നിൽ വോളിയം കൺട്രോൾ സെൻട്രൽ പിന്നും, അതുപോലെ നെഗറ്റീവ് സൈഡിൽ നെഗറ്റീവിൻ്റെ പിന്നും കൊടുക്കും. അതാണ് ഈ വോളിയം കൺട്രോളിൻ്റെ കണക്ഷൻ എടുക്കുന്നത്. അപ്പോൾ അത് വന്നിട്ട് ഇവിടെ ആയിട്ടാണ് വോളിയം കൺട്രോളിൻ്റെ കണക്ഷൻ. 1, 2, 3. അതായത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വോളിയം കുറയും. നമുക്ക് അതിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇതിൻ്റെ കൺട്രോളിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഇവിടെ ആയിട്ടാണ് കൺട്രോളിൻ്റെ കണക്ഷൻ. അപ്പോൾ നമുക്ക് കൊടുക്കാം. വോളിയം കൺട്രോളിൻ്റെ നടുക്കത്തെ പിന്നെ നമുക്ക് ഇതിൻ്റെ നടുക്ക് കൊടുക്കാം, ഇവിടെ കൊടുക്കാം. അതായത് ഈ ഐസിയുടെ 5ാമത്തെ പിന്നിലോട്ട്. പിന്നെ അടുത്തത് ഇവിടെ നെഗറ്റീവ് സൈഡിൽ ഇവിടെ ആയിട്ട് വരും. ഓക്കെ, പിന്നെ ഉള്ളത് മറ്റു സൈഡാണ്, അത് ഇവിടോട്ടും കൊടുക്കും. പിന്നെയുള്ള പിന്നെ ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ കൺട്രോൾ. പിന്നെ സ്വിച്ച് ഇതിലോട്ട് വേണം നമുക്ക് പിന്നീട് ഘടിപ്പിക്കാവുന്നതാണ്. നമുക്കിത് ഓണാക്കി നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കൺട്രോൾ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ
സ്റ്റേഷനൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ റേഡിയോ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോപ്പറേറ്റ് ഉള്ളതുകൊണ്ട് നമുക്കിത് പാട്ട് ഒത്തിരി നേരം വെക്കാൻ പറ്റത്തില്ല, അതാണ് സംഭവം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ റേഡിയോ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ ആരാണ് ഇതിന് അർഹൻ എന്നെനിക്കറിയില്ല. അപ്പം ആദ്യത്തെ ഒരു 100 കമൻ്റ് ഇടുന്നതിൽ ഒരാളെ ഞാൻ തിരഞ്ഞെടുക്കും നറുക്കെടുപ്പിലൂടെ. എന്നിട്ട് അവർക്കായിരിക്കും ഇത് ഫ്രീ ആയിട്ടാണ്, പരിപൂർണമായിട്ടും ഫ്രീ ആയിട്ടാണ് നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് എഴുതാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.